89.6 FM സർഗക്ഷേത്ര. വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഉയരയിലൂടെ കുറേയധികം ആളുകളും പുതിയതായിട്ട് അറിഞ്ഞ ഒരു വലിയ മേഖലയുണ്ട്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി. ആൻഡ് നമ്മോടൊപ്പം വീണ്ടും ആ ഒരു ഡുവോ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹലോ, ദിസ് ഇസ് സി രമ്യാൻ And this is Rosemary Josephin. Yes. അപ്പോൾ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം. ഞങ്ങളുടെ പേര് ഞങ്ങൾ തന്നെ പറയും, കാരണം നമ്മൾ അത്രയും പരിചയമായി അല്ലേ. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വീണ്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസ് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു മൊമെന്റിൽ അറിയേണ്ടതാണ് എന്നുള്ളതൊക്കെ അവരും പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ വീണ്ടും ഒന്നുകൂടി പരിചയപ്പെടുത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAIയുടെ കോട്ടയം ബ്രാഞ്ചിന്റെ ചെയർപേഴ്സൺ CA രമ്യ മാം. ഹലോ. ആൻഡ് നമ്മുടെ സ്വന്തം കോട്ടയം ബ്രാഞ്ചിലെ തന്നെ സിക്കാസ സെക്രട്ടറി റോസ്മേരി ജോസ്വിൻ. Hi. ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഉയരയിലൂടെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു മേഖല എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി എത്രത്തോളം കൂടെ നിൽക്കുന്നവരാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ചായിരുന്നു അല്ലേ. ശരിക്കും നമുക്കിപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച കാര്യങ്ങളൊന്ന് പറയാം അല്ലേ. ഉറപ്പായിട്ടും. അപ്പം നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ഒരു കോഴ്സിലേക്ക് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 3 മേജർ ലെവൽസ് ആണ് വരുന്നത്. ഒന്ന് ഫൗണ്ടേഷൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പാസ്സാവുന്നവർക്ക് ഇന്റർമീഡിയറ്റിലേക്ക് കയറാം, ഗ്രാജുവേറ്റ്സിന് നേരെ ഇന്റർമീഡിയറ്റിലേക്ക് വരാം, അത് കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞാൽ ഫൈനലും എഴുതാം, പിന്നെ CA എന്ന പട്ടത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അതെ, ഫിനാൻഷ്യൽ ഡോക്ടർ ആവാം. എനിക്ക് ആ ഒരു ടാഗ്ലൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. സോ അതാണ് ബേസിക് കാര്യം. ആൻഡ് അതിനുശേഷം നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ പലരുടെയും ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഞാൻ +1 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്, അല്ലെങ്കിൽ സയൻസ് ആയിരുന്നു എൻ്റെ സ്ട്രീം, കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സ്ട്രീം, അങ്ങനെ പല സ്ട്രീമിൽ ചെയ്ത കുട്ടികളായിരിക്കും. പക്ഷേ എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടായിരിക്കും. ഒരു ആശങ്കയും വേണ്ട. 10ാം ക്ലാസ് പാസ്സായാൽ നേരെ ഫൗണ്ടേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുക. 12ാം ക്ലാസ് എക്സാം എഴുതിയ ഏത് സ്ട്രീമിൽ നിന്ന് എഴുതിയാലും യു ആർ എലിജിബിൾ. ആർക്ക് വേണമെങ്കിലും ഈ എക്സാം എഴുതാം. ഇതിൽ യാതൊരു തടസ്സവും ഇല്ല. ഒരേ ഒരു കാര്യം, കോമേഴ്സ് വിത്ത് മാത്സ് ചെയ്യുന്ന ഒരു 12ാം ക്ലാസ് കുട്ടിക്കാണെങ്കിൽ എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത് വളരെ കുറവാണ്. അല്ലാത്ത കോഴ്സ് ചെയ്തവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ചായിട്ട് ഈ രജിസ്റ്റർ ചെയ്താൽ ഉടനെ ഇതിൻ്റെ പാഠപുസ്തകം അവരുടെ കയ്യിൽ കിട്ടും. അത് അവർ കുറച്ചായിട്ട് ദിവസം വായിക്കുക, പഠിക്കുക. സാമ്പിൾ എക്സാം പേപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് യുണീക്കായിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡ് തന്ന് അവർക്ക് ഒരു സൈറ്റിൻ്റെ ആക്സസും കൊടുത്തു കഴിഞ്ഞു. അതിലേക്ക് അവർ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സസ് ഉണ്ടാവും, വിർച്വലായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, സാമ്പിൾ എക്സാം പേപ്പേഴ്സ് ഉണ്ടാവും, പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ നോക്കി പഠിക്കുക, ചെയ്ത് പഠിക്കുക. നോക്കി പഠിച്ചാൽ പോരാ, വായിച്ച് പഠിച്ചാൽ പോരാ, ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. അതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കണ്ടൻറ്റാണ്. എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും കണ്ടും വായിച്ചും പഠിച്ചിട്ട് എക്സാം എഴുതുമ്പോഴത്തേക്ക് പാസ്സാവാൻ പറ്റുന്നില്ല എന്ന് വല്ലാതെ വിഷമിക്കാറുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെ നമ്മൾ ചെയ്യുന്നോ അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലും ഉറപ്പിച്ച് അത് വയ്ക്കാം, സൂക്ഷിച്ച് വയ്ക്കാം. കൂടാതെ നമുക്ക് ആ 3 മണിക്കൂർ എന്ന് പറഞ്ഞ കെടു, 2 മണിക്കൂർ 3 മണിക്കൂർ പറഞ്ഞ കെടുനകത്ത് ഇത്രയും കാര്യം എഴുതി പിടിപ്പിക്കാനും പറ്റും. നമ്മൾ ആദ്യമായിട്ട് എക്സാം സെൻറ്ററിലാണ് ചെന്ന് എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കോഴ്സ് ആര് വേണേലും ഇതിനകത്ത് കയറാം. ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റെപ്പ് പോലും ഇല്ല, നേരെ ഇൻ്റർമീഡിയറ്റിലേക്കാണ് കയറുന്നത്. 60% മാർക്ക് വാങ്ങിയാൽ മതി. ഇപ്പോൾ മറ്റ് കോഴ്സസിൽ നിന്ന് വരുന്നവർ BCom കുട്ടികളാണെങ്കിൽ 55% മാർക്ക് വാങ്ങിയാൽ മതി, ഇതിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഈ മാർക്ക് ഒരിക്കലും CA മാർക്കുമായിട്ട് ഈക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. CA എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ തന്നെ വേറൊരു രീതിയിലാണ്. ചോദ്യങ്ങൾ വരുന്നതും ഉത്തരങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയും
ഒത്തിരി വ്യത്യാസമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതെന്ന്. ആ ഒരു റിയലൈസേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ട് ഈ കോഴ്സ് ക്രാക്ക് ചെയ്യാൻ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഒരു ചെറിയ ഏറ്റവും ബ്രീഫായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോസ്മേരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റോസ്മേരി ഇപ്പോൾ ആർട്ടിക്കൽ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളെന്ന് ഞാൻ വിശേഷിപ്പിച്ചോട്ടെ റോസ്മേരി? ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ റോസ്മേരിയുടെ എക്സ്പീരിയൻസും ഡെഫിനറ്റ്ലി നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. യെസ്, ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. സോ നമുക്കൊരു പാട്ടിലൂടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാം, അറിവുകൾ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലൂടെ നമുക്ക് ഇന്ന് ഉയരെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. യു ആർ ലിസ്ണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം കൂടെയുള്ളത് ICAIയുടെ കോട്ടയം ബ്രാഞ്ചിലെ ചെയർപേഴ്സൺ CA രമ്യ. ആൻഡ് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് കോട്ടയം ബ്രാഞ്ചിലെ സിക്കാസ സെക്രട്ടറി റോസ്മേരി ജോസ്വിൻ. സോ രണ്ടുപേരോടുമായിട്ട് ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതിലാദ്യം മാമിനോട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷയുടെ സമയത്ത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒഴിവാക്കാൻ, അതായത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുന്ന കുറേയധികം കുട്ടികൾ ചെയ്തു വരുന്ന കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അതൊക്കെ ഏതായിരിക്കും? ആദ്യം ഈ CA കോഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി അധികം എഴുതണം എന്നില്ല, പക്ഷെ എഴുതുന്നത് മൊത്തം സെൻസ് ആയിരിക്കണം. അപ്പോൾ പണ്ട് കളിയാക്കി പറയുവാണേലും നമ്മൾ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന മണ്ടത്തനമൊക്കെ ആരും കാണത്തില്ല എന്നാണ്. ഈ കോഴ്സിൽ അങ്ങനെ പറ്റത്തില്ല. എന്തെഴുതിയാലും അത് സെൻസ് ആയിരിക്കണം. അബ്സല്യൂട്ട്ലി ആ ക്വസ്റ്റ്യന് റെലവെൻ്റ് ആയിരുന്നാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തത്, എഴുത്ത് ശീലമാക്കിയ ആൾക്കാർക്ക് മാത്രമേ ഈ പേപ്പർ മൊത്തം എഴുതി തീർക്കാൻ പറ്റത്തുള്ളൂ. 3 മണിക്കൂറിൻ്റെ പേപ്പർ ആണെങ്കിലും ചോദിക്കുന്ന ചോദ്യം ഒന്ന് മനസ്സിലാക്കി, ഒരു ബുക്ക് സൈസിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ അത് മൊത്തം വായിച്ചെടുത്ത് അത് മനസ്സിലാക്കി ചോദ്യത്തിന് അനുയോജ്യമായ ഉള്ള ഒരു ഉത്തരം എഴുതി പിടിപ്പിക്കണമെങ്കിൽ ഒത്തിരി എഴുതി ശീലമുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോഴ്സിൽ എക്സാം എഴുതാൻ ഇരിക്കാൻ പോകുന്ന കുട്ടികളോട് ഞാൻ ഇത്ര മാത്രമേ പറയത്തുള്ളൂ, എന്നും തന്നെ എഴുതി ശീലിക്കുക. എന്നും മിനിമം 1 മണിക്കൂറെങ്കിലും എഴുതുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു എക്സാം എഴുതി നോക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സാം വളരെ സിമ്പിളായിട്ട് പാസ്സാവും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റോസ്മേരിയുടെ ഒരു ഫസ്റ്റ് എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു കുട്ടിക്കാണെങ്കിലും, ഏതൊരു പ്രായത്തിലുള്ള കുട്ടിക്കാണെങ്കിലും എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ ആ ഒരു പേടി ഇവിടെയുണ്ട്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളത് ഈസി ആയിട്ട്, ഒരു പേടി കൂടാതെ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളത് മാത്രമാണ് അല്ലേ? ഇപ്പോൾ റോസ്മേരിയെ സംബന്ധിച്ച് നമ്മുടെ കുട്ടീസിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് കയ്യിലുണ്ടോ? എക്സാം റിലേറ്റഡ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഒരു മോഡൽ ടെസ്റ്റ് പേപ്പർ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാവും. ആ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ 3 മണിക്കൂറിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യണം, അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ നോക്കണം, കാൽക്കുലേഷൻസ് ചെയ്യണം. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതല്ലാതെ ICAI തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള CAയുടെ എക്സാംസ് എങ്ങനെയാണോ കറക്റ്റ് അതിൻ്റെ ഒരു മോഡൽ എക്സാം വേർഷൻ പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ മോക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ CAയുടെ മെയിൻ എക്സാംസ് എഴുതാൻ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം ആ 3 hours ടൈമിൽ നമ്മൾ എങ്ങനെയൊക്കെ പേപ്പർ അറ്റൻഡ് ചെയ്യണം, നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊരു പാറ്റേൺ ഒന്നും നമ്മുടെ തലയിലൊന്ന് സെറ്റായാൽ എക്സാം എഴുതാൻ കുറേയും കൂടെ എളുപ്പമാകും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ റിവൈസ് ചെയ്ത് ആ ഒരു എക്സാം പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? അതെ, ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എക്സാം ടൈമിനോട് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ സ്ട്രെസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ ശരിക്കും പഠിക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ പഠിച്ച് പിന്നെ ഒരു 20 മിനിറ്റ് ബ്രേക്ക് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഫൗണ്ടേഷൻ്റെ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പടം വരയ്ക്കുമായിരുന്നു.
പക്ഷേ ഇന്റർമീഡിയറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫോക്കസ്, പടം വരയ്ക്കാൻ ഒരു പ്രത്യേക ഫോക്കസ് വേണം. ഉറപ്പായിട്ടും നമുക്ക് ഇച്ചിരി കൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഇന്റർമീഡിയറ്റ് സമയത്ത് ഞാൻ ആനിമേ കാണുമായിരുന്നു. ഞാനത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വേറെ പടം വരയ്ക്കോ അല്ലെങ്കിൽ കുറച്ചധികം. അപ്പോൾ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും രീതിയിൽ സ്ട്രെസ് ബസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമ്മൾ പഠിത്തവും എൻ്റർടൈൻമെൻറ്റും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന രീതിയിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷനൊന്നും തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നീക്കി കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു പാട്ട് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഫേവറേറ്റ് സോങ് ഉണ്ടോ രണ്ടുപേർക്കും? എനി മെലഡി വിൽ ഡു. എനി മെലഡി. അപ്പോൾ ഒരു മെലഡി നമുക്ക് അങ്ങോട്ട് കേൾക്കാം. സോ പാട്ടിന് ശേഷം നമ്മളിതാ ഇതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തും. കൂടെയുള്ളത് തന്നെയാണ്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. യു ആർ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞ പോലെ തന്നെ മെലഡിയൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ 3 പേരും തിരിച്ചെത്തിയിട്ടുള്ളത്. ആ 3 പേര് ആരാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിലൊന്ന് ഇറ്റ്സ് വി RJ Anna, ആൻഡ് നമ്മോടൊപ്പം എത്തിയിട്ടുള്ള മറ്റൊരു എക്സ്പേർട്ട് എന്ന് പറയുന്നത് CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. And this is Rosemary Josman, സെക്രട്ടറി സിക്കാസ കോട്ടയം. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇനി ICAI-ലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാണ് കേട്ടോ. സോ ജനറലി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് CA സ്റ്റുഡൻസിനൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മെയിൻ ആയിട്ടൊരു എക്സാം അവർക്ക് ഉണ്ടാവുക. അത് ഏറ്റവും ഡിഫിക്കൾട്ട്, ലൈക്ക് എല്ലാ എക്സാംസും ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെയാണ്, ഇല്ലാന്നല്ല ഉദ്ദേശിച്ചേ, ബട്ട് വളരെ സീരിയസ് ആയിട്ടായിരിക്കും ആ ഒരു ഒറ്റ എക്സാം ആയതുകൊണ്ട് കുട്ടികൾ സ്ട്രെസ് ചെയ്തിട്ടിരുന്ന് പഠിക്കേണ്ടി വരും. ICAI-യുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എക്സാംസ് ഒക്കെ എങ്ങനെയായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വളരെ വ്യത്യസ്ത രീതിയിലാണ് എക്സാം നടത്തുക. എല്ലാ കുട്ടികൾക്കും എത്രയും വേഗം പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആലോചിച്ചിട്ട് തന്നെ വർഷത്തിൽ 3 തവണയായിട്ടാണ് എക്സാം നടത്തുന്നത്. ഈ എൻട്രൻസ് എക്സാം ആവട്ടെ, അതായത് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് എക്സാം ആവട്ടെ, ഫൈനൽ എക്സാം ആവട്ടെ, ഒരു കുട്ടിക്ക് ആദ്യത്തെ എക്സാം എഴുതാൻ മാത്രമേ ഒരു ടൈം ഗ്യാപ്പ് പറയുന്നുള്ളൂ. അതായത് ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞ് മാത്രമേ അവർക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ആ ഒരു സമയം അവർക്ക് പഠിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഗ്യാപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഫൈനലിലും അവരൊരു മിനിമം ടൈം ഗ്യാപ്പ്, ഫൈനൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ എഴുതാൻ പറ്റിയാൽ മൈ അഡ്വൈസ് വിൽ ബി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക. ഇനി ആവാൻ പറ്റാത്തവർക്ക് 3 തവണയായിട്ടാണ് ഓരോരോ വർഷവും എക്സാം നടത്തുന്നത്. ജനുവരിയിൽ, മെയ് മാസത്തിൽ, സെപ്റ്റംബർ മാസത്തിൽ. ഇത് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന എക്സാമാണ്. ഈ സ്ഥലത്തിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തേ, അപ്പോൾ എനിക്ക് ഈ ഇടത്തിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സാം എഴുതാം. ഇനി ഞാൻ ട്രാവൽ ചെയ്യുക, അല്ല കല്യാണം കഴിഞ്ഞു, അല്ല ജോലി മാറി, ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല. ഇന്ത്യയിൽ പല പല സ്ഥലത്തിലായിട്ട്, ഇന്ത്യയിൽ മാത്രമല്ല ഫോറിൻ കൺട്രീസിൽ വരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം നടത്താറുണ്ട് ഈ സെയിം ഡേറ്റ് സെയിം ടൈമിൽ വെച്ച്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഈ എക്സാം എഴുതാം. പക്ഷേ ഇത് ഫിസിക്കൽ എക്സാം ആണ്, ചെന്ന് വേണം എഴുതാൻ. ഞാൻ പറഞ്ഞ ആ 4 പേപ്പർ ഒഴികെ, വീട്ടിലിരുന്ന് എഴുതാൻ പറ്റുന്ന 4 എക്സാം ഒഴികെ ബാക്കി എക്സാംസ് എല്ലാം തന്നെ എക്സാം സെൻറ്ററിൽ പോയിട്ട് വേണം എഴുതാൻ. എഴുതാൻ പറ്റുന്നത് ഈ 3 അറ്റംപ്റ്റിൽ എപ്പോൾ വേണേലും എഴുതാം. രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അവർ ഹോൾ ടിക്കറ്റ് തരും, എക്സാം സെൻറ്ററിൽ പോവുക, എന്നിട്ട് എഴുതുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു അറ്റംപ്റ്റിൽ എഴുതിയിട്ട് അടുത്ത റിസൾട്ട് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് 45 ദിവസത്തിൽ ഓൺലൈനായിട്ട് റിസൾട്ട് അറിയിക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് പാസ്സായോ അല്ലയോ എന്നുള്ള ആശങ്കയും വേണ്ട. എക്സാം എഴുതി 45ാമത്തെ ദിവസം കഴിയുന്നവരെ ആ ഒരു ടൈം ഫ്രെയിം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യാറുണ്ട്. ഇനി പാസ്സായില്ലെങ്കിൽ അടുത്ത എക്സാമിന് ഉടനെ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സമയം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയ മേഖലയിലേക്ക് നോക്കുമ്പോൾ കുറേ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് വൈ CA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കും? വളരെ സിമ്പിളാണ്. ഏത് സ്ഥാപനമാണെങ്കിലും ഒരു ലോണിന് പോകുന്നു, അല്ല ഒരു വിസ ഇൻ്റർവ്യൂ പോകുന്നു, അല്ല ഒരു എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ്, ലാഭനഷ്ട കണക്ക് ഇത് കാണിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടുന്നത് ഒരു CAയുടെ ഒപ്പാണ്. ഈ ഒപ്പിടാനുള്ള അധികാരം വേറെ ഒരു അക്കൗണ്ടിങ് പ്രൊഫഷനും ഇല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഈ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് ഒരു പേപ്പറിലും ഒരു CA ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി പല മടങ്ങ് കൂടി കിട്ടും.
ഓക്കെ. അത് ഞാൻ പറയുന്നതിനേക്കാളും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് വാല്യൂ ഒത്തിരി വളരെ കൂടുതലാണ് അല്ലേ? യെസ്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ഒരു സിഗ്നേച്ചർ നമ്മുടെ തന്നെ ആവുമെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. മൊമെന്റ് ഓഫ് ഗ്രേറ്റ് പ്രൈഡ്. യാ. ആ ഒരു പ്രൈഡ് മൊമെന്റ് നിങ്ങൾക്കും കിട്ടണമെങ്കിൽ കം ജോയിൻ CA, become a chartered accountant, become a member of the largest accounting body in the world. യാ. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിൽ നമ്മൾ ഒരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ ഉയരെ പറന്നുവരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. യു ആർ ലിസ്ണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ വീണ്ടും നമ്മൾ 3 പേരും തിരിച്ചെത്തിയിട്ടുണ്ട്. അന്നയുണ്ട് കൂടെ, ഒപ്പം CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. And this is Rosemary Joswin, Secretary, Sikasa Kottayam. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് എന്തുകൊണ്ട് ഒരു CA എന്നുള്ള കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഒരു വലിയൊരു ഉത്തരം നമുക്ക് കിട്ടി. വേറെ എവിടെയും കിട്ടാത്തൊരു പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു പ്രൈഡ് ആ ഒരു കോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടാഗിൽ നിന്ന് നമുക്ക് കിട്ടുന്നു മനസ്സിലായി. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒപ്പിന് എത്രത്തോളം വാല്യൂ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ മൊത്തം സൊസൈറ്റി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഇച്ചിരി റയർ തന്നെയാണ്. സോ ദ റയറസ്റ്റ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ ധൈര്യമായിട്ട് ഒരു ഉറച്ച മനസ്സോടുകൂടി ഇങ്ങോട്ട് വരൂ എന്നാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു കൈപ്പിടിച്ച് നിങ്ങളെ CA ആക്കി തരാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ CAയുടെ കൂടെ കുറേ പേര് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് CMA ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. CMA പോലെ മറ്റ് കുറേയധികം പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എത്രത്തോളമായിരിക്കും മാം? ആദ്യം ഞാൻ പറഞ്ഞല്ലോ 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ CA കോഴ്സിൽ ചേരാം. അപ്പോൾ ആദ്യം ഒപ്പം ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഗ്രാജുവേഷനാണ്. ബിക്കോസ് ഇന്ത്യയിലല്ലേലും പുറത്ത് പോവുകയാണെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ആവണം എന്നുള്ളത് ഒരു വലിയൊരു കണ്ടീഷനാണ്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഒപ്പം ആദ്യം ആൾക്കാർ ചെയ്യുന്നത് BCom ആണ്. ഇനി പ്രൊഫഷണൽ കോഴ്സ് തന്നെ നോക്കുവാണെങ്കിൽ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ്, അതുപോലെ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ വേറെ 2 പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. കൂടാതെ MBA ചെയ്യാറുണ്ട്. MBA ചെയ്യുന്നത് ഗുണം എന്ന് വെച്ചാൽ പലരും CA ചെയ്ത് കഴിഞ്ഞ് ഒരു ഓൺട്രപ്രണർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ബിസിനസ് ആംഗിളും പഠിക്കാം, ഫിനാൻസ് ആംഗിളും പഠിച്ചു വരുന്ന ഒരാൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ഓൺട്രപ്രണർ ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പുറത്ത് പോകാനുള്ള താല്പര്യമുള്ളവരാണ് കൂടുതലും ഫോറിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രീസും അതേപോലെ ഫോറിൻ റെക്കഗ്നൈസ്ഡ് CMA അങ്ങനത്തെ ACC അങ്ങനെ വേറെ പല കോഴ്സസ് ചെയ്യാറുണ്ട്. പക്ഷേ CA എന്ന കോഴ്സിന് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ലൊരു വാല്യൂ ഉണ്ട്. അപ്പം നിർബന്ധമായിട്ട് ഇത് ചെയ്താൽ ടാഗ് ചെയ്താൽ മാത്രമേ എനിക്കൊരു വാല്യൂ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് മാത്രം ചെയ്താലും നല്ലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. പല CFOs നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആവട്ടെ, അപ്കമിങ് സ്റ്റാർട്ടപ്സ് ഞാൻ പറഞ്ഞു യൂണിക്കോൺസ് ആവട്ടെ, ഇതിലെല്ലാം തന്നെ ടോപ്പ് പൊസിഷൻസിലുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ കൂടെ ഒരു കോഴ്സ് ചെയ്തു എന്ന് വെച്ചാലും ഇറ്റ്സ് ഗോയിങ് ടു ആഡ് വാല്യൂ ടു യുവർ പ്രൊഫൈൽ. ചെയ്തില്ല എന്ന് വെച്ചാൽ അത് ഒട്ടും മോശമല്ല, നമുക്ക് എന്നാലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. കൂടെ തന്നെ ഇപ്പോൾ കോംബോ ആയിട്ട് ചിലർ CA കമ്പനി സെക്രട്ടറി ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലും ചെയ്യാറുണ്ട്. അതിൽ പേപ്പർ എക്സംഷൻസ് ഉണ്ട്. അതായത് ഇവിടെ പാസ്സായി കഴിഞ്ഞാൽ ചില പേപ്പേഴ്സ് ആ മറ്റേ കോഴ്സിൽ എഴുതണ്ടാം എന്ന എക്സംഷൻസ് കിട്ടും. ബട്ട് അങ്ങോട്ട് പാസ്സായിട്ട് ഇവിടെ എക്സംഷൻസ് ഇല്ല. CA പാസ്സായാൽ അവിടെ എക്സംഷൻസ് ഉണ്ട്. ഓക്കെ. അതാണ് മെയിൻ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ? സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റി നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. ആൻഡ് ഞങ്ങൾ 3 പേരും സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ നിങ്ങളോടൊപ്പം കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര. യു
യു ആർ ലിസ്ണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയും CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. ആൻഡ് റോസ്മേരി ജോസ്വിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം ഓഫ് ICAI. സോ നമ്മൾ CAനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഒരു ചെറിയ കുട്ടിയായിട്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഞാനും എനിക്കുള്ളത്. ഇപ്പോൾ ഇനി എക്സൈറ്റ്മെന്റ് ലെവല് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം മാമിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ കുറേയധികം കുട്ടികളുടെ ഗ്രാഫ് ആക്ച്വലി കണ്ടിട്ടുണ്ടാവും. മേ ബി നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത കുട്ടികൾ ഭയങ്കര സ്കോറോട് കൂടി പാസ്സാവുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരെ നമ്മൾ ഓർത്തിരിക്കുന്നതായിട്ടുള്ള കുറേയധികം എക്സ്പീരിയൻസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കുട്ടിയും ഓരോരോ കേസ് സ്റ്റഡിയാണ്. അതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പാസ്സായതിൽ യംഗസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 19 വയസ്സിൽ പാസ്സായ ഒരു കുട്ടിയുണ്ട് മധ്യപ്രദേശിൽ നിന്ന്. നമ്മൾ നോക്കിയാൽ സിറ്റീസിൽ പഠിച്ചാൽ മാത്രമേ ഈ കോഴ്സ് അതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ പാസ്സാവാൻ പറ്റുമോ എന്ന് പല കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. എവിടെ നിന്നും വേണം പഠിക്കാം എന്നതിനുള്ള ഒരു ആൻസറാണ് ഈ കുട്ടിയുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. 19-ാം വയസ്സിൽ ഇപ്പോൾ ഒരു സാധാരണ കുട്ടി 12-ാം ക്ലാസ് പാസ്സാവുന്ന ഒരു പ്രായത്തിൽ, ഒരാത് ഗ്രാജുവേഷൻ കയറുന്ന ഒരു പ്രായത്തിലൊക്കെയാണ് ഈ കുട്ടി എന്ന് വെച്ചാൽ ഷി പാസ്ഡ് ക്ലിയർഡ് ദ CA ഫൗണ്ടേഷൻ വിത്ത് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക്. നന്ദിനി അഗർവാൾ എന്ന് പറഞ്ഞ കുട്ടിയാണ്. വളരെ ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് 70-ാം വയസ്സിൽ 60-ാം വയസ്സിൽ CAക്ക് ചേർന്ന് അത് പഠിച്ച്, അതായത് അതുവരെ ജോലി ഉണ്ടായിരുന്നു, ജോലി കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് CAക്ക് ചേർന്ന് CA പഠിച്ച് പാസ്സായി ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏജ് ഒരു ലിമിറ്റേ അല്ല. ആർക്ക് വേണേലും പഠിക്കാം, എപ്പോൾ വേണേലും പഠിക്കാം. അതുമാത്രമല്ല CA പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ പാഷൻ ഉണ്ട് എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ വിശാഖ ഹരി എന്ന് പറഞ്ഞ വേൾഡ് റിനൗണ്ട് ഒരു ഹരികഥ ആർട്ടിസ്റ്റ് ഉണ്ട്. ഷീസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതേപോലെ മ്യൂസീഷ്യൻസ് കുറേ പേരുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ളവർ. ഇതുപോലെ ഏത് ഫീൽഡിൽ നോക്കിയാലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആ ഫ്ലൈയിങ് ഹൈ വെറെവർ ദേ ഗോ, ഉയരെ ഉയരെ പറക്കുവാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് റോസ്മേരിയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ റോസ്മേരിക്ക് ഏതെങ്കിലും ഒരു പേഴ്സൺ ലൈക്ക് ഒരു റോൾ മോഡലായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളിലോട്ട് ഒതുക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ CA ജേർണിയിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു, ആർട്ടിക്കൽഷിപ്പിലോട്ട് കയറി. ഫൗണ്ടേഷൻ തൊട്ടേ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് സമയത്ത് അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കതല്ലാതെ ITT ഓറിയൻറ്റേഷൻ കോഴ്സുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടു, എൻ്റെ പ്രായമുള്ളവർ അല്ലെങ്കിൽ BCom കഴിഞ്ഞവർ. ഇപ്പോൾ ഓരോ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഓരോ പുതിയ പുതിയ ക്വാളിറ്റീസൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അവരുടെ CA ജേർണി, ചിലരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായില്ല എന്നാലും അവർ പിന്നെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായവർ തന്നെ അവരുടെ സ്ട്രാറ്റജീസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പം മൊത്തത്തിൽ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് വളരുന്ന ഒരു കോഴ്സാണ് CA. ഓക്കെ. അപ്പോൾ CA രമ്യ മാമിൽ നിന്ന് എന്തെങ്കിലും ക്വാളിറ്റീസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മാം ചെയർപേഴ്സൺ ആയി കഴിഞ്ഞിട്ട് മാം കുറേ മീറ്റിംഗ്സ് ഒക്കെ സെമിനാറൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ മാം ഇങ്ങനെ മറ്റുള്ളവർ അഡ്രസ്സ് ചെയ്യുന്നു. മാം മൊത്തത്തിൽ മാമിൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ മാം എപ്പോൾ സംസാരിച്ചാലും അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ തോന്നും. അപ്പോൾ മാമിന്റെ സ്പീക്കിംഗ് സ്കിൽസ് ഡെഫിനറ്റ്ലി അത് ആദ്യം വരും. ഓക്കെ മാം, ശ്രദ്ധിച്ചല്ലോ അല്ലേ? നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്, കൊള്ളാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റി നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. ആൻഡ് ഞങ്ങൾ 3 പേരും സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ നിങ്ങളോടൊപ്പം കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര. യു ആർ ലിസ്ണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ അന്നയുണ്ട് കൂടെ, ഒപ്പം CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. And this is Rosemary Joswin, Secretary, Sikasa Kottayam.
ഓക്കെ, അപ്പോൾ റോസ്മേരിയും കുറേയധികം ആളുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പഠനം മാത്രമാണ് CA എന്ന് പറയുന്ന ഒരു വലിയ മേഖല എന്നുള്ളത് പലരുടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അല്ലേ? എനിക്കതിപ്പോൾ മനസ്സിലായി. ഞാനും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം എനിക്കും ഒരു റിയലൈസേഷൻ ആയിട്ടുണ്ട്. ആക്ച്വലി പഠിത്തം മാത്രമല്ല, കുറച്ചധികം എന്റർടൈൻമെന്റ് മേഖല കൂടി ഈ ഒരു കോഴ്സിനുണ്ടെന്ന്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആക്കാൻ പഠിത്തം മാത്രം അല്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് വേണ്ടത്. ഇപ്പോൾ ICI പ്രൊവൈഡ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ടിനെ കുറിച്ച് റോസ്മേരിക്ക് ഷെയർ ചെയ്യാവോ? ഞങ്ങളുടെ CA കോഴ്സിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഉള്ള 2 പ്രോഗ്രാംസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഓറിയൻറ്റേഷനും ITT. ഓറിയൻറ്റേഷൻ ബേസിക്കലി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു 50 പിള്ളേരുടെ ഏകദേശം അത്രയും സ്റ്റുഡൻസ് ഒരുമിച്ച് വരുന്നു. അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു എക്സ്റ്റംപോർ പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് നടത്തുന്നു. പിന്നെ പ്രാക്ടിക്കലി ഇങ്ങനെ പ്രസൻറ്റേഷൻ നടത്താനും, അപ്പോൾ അങ്ങനെ കുറേ സ്കിൽസൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ് സ്കിൽസ് വളർത്താൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഓറിയൻറ്റേഷൻ കോഴ്സ്. അപ്പോൾ അതല്ലാതെ ITT എന്ന് പറഞ്ഞ വേറൊരു കോഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായി ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നതിന് തൊട്ട് മുമ്പ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ITTയിലോട്ട് വരുമ്പോൾ ഈ ആർട്ടിക്കിൾഷിപ്പിനോട്ട് കയറുമ്പോൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഇച്ചിരി ഒന്ന് റെഡി ആവണ്ടേ. അപ്പോൾ ITTയിൽ ശരിക്കും എക്സലും പിന്നെ ബാക്കി ഒറാക്കിൾ, മൈക്രോസോഫ്റ്റിൻ്റെ പല പല സോഫ്റ്റ്വെയർ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തരുന്ന ഒരു ടൈപ്പ് കോഴ്സാണ് ITT. പിന്നെ അതല്ലാതെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടും നമുക്ക് MCSും പിന്നെ അഡ്വാൻസ്ഡ് ITT എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ 2 കോഴ്സുകളുണ്ട്. ഒരു കുട്ടി സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് പ്രൊഫഷണൽ ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ ഒത്തിരി പെയിൻഫുള്ളാണ്. എപ്പോഴും നമ്മൾ കാണാറുണ്ട്, സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ, അവർ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയറമെൻറ്റിനകത്താണ് ഇരിക്കുന്നത്. അവരെന്ത് ചെയ്താലും അതൊരു കുട്ടിക്കളിയാണ്, ഒരു കംഫർട്ട് സോണിലാണ് അവർ. ദേ ആർ ഓൾവേസ് പ്രൊട്ടക്റ്റഡ്, അവരുടെ ടീച്ചേഴ്സ് ആവട്ടെ പാരൻസ് ആവട്ടെ. പക്ഷെ നാളെ ഒരു കരിയറിനായി കഴിയുമ്പോൾ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദിയർ ആക്ഷൻസ്. ആ ഒരു റിയലൈസേഷൻ വരുത്താൻ വേണ്ടിയും അവരെ അതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയുമാണ് ഈ 2 കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓറിയൻറ്റേഷൻ ആസ് ദ നെയിം സജസ്റ്റ്, അവരെ റെഡിയാക്കുക അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ അവരോട് പറയുക, നാളെ നിങ്ങൾ പബ്ലിക്കിൽ സംസാരിക്കേണ്ടി വരും, നാളെ നിങ്ങൾ പലരുമായിട്ട് ഇടപെടേണ്ടി വരും, നാളെ നിങ്ങൾ പലരുടെ അഭിപ്രായം കേൾക്കേണ്ടിയും അതുമായിട്ട് യോജിച്ച ഒരു മറുപടി കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ റെഡിയായിരിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ആവാൻ പറ്റും, ഈ ഒരു മോട്ടീവ് വെച്ചുകൊണ്ടാണ് ഈ ഓറിയൻറ്റേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അവരൊരു 2 ആഴ്ച കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു തുടക്കമാണ്. ഇതിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യുന്നു, ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ സ്ട്രെങ്സ് ഇതൊക്കെയാണ് എനിക്ക് കഴിവ് കുറവുള്ളത്, ഇതിൽ ഞാൻ ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഇങ്ങനത്തെ ഒരു റിയലൈസേഷൻ അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ അവരുടെ ആ ജേർണി ടുവേർഡ്സ് ബിക്കമിങ് എ പ്രൊഫഷണൽ വിൽ ബിക്കം വെരി യൂസ്ഫുൾ. അവർക്ക് തന്നെ അവരിൽ കുറേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ ITT എന്നുള്ളത്, ഈ ഉലകം വല്ലാതെ ടെക്നോളജിയെ ഉൾക്കൊണ്ട് ആണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയെ നമ്മൾ മാറ്റി നിർത്തി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ടെക്നോളജിയിലേക്ക് ഇവർക്ക് ഒരു അവർഷൻ ഇല്ലാതെ അത് ഏറ്റുവാങ്ങാനും അത് നമ്മുടെ ജോലിയിൽ എങ്ങനെ ഉൾപ്പെടുത്താം, എങ്ങനെ അത് കൊണ്ട് നമുക്ക് ജോലി എളുപ്പമാക്കാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വീക്ക് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് തുടങ്ങുന്ന മുമ്പ്. ഇനി ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് തീരാറാവുമ്പോൾ ഒരു ഹയർ ലെവൽ കോഴ്സാണ് ഈ പറഞ്ഞ അഡ്വാൻസ് ITTയും MCSും. അത് കരിയറിലേക്ക് അവരെ റെഡിയാക്കിയാണ് പുറത്തിറക്കാറ്. ഇന്ന് പാസ്സാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് 2 സ്ട്രീമിലേക്കാണ് നോർമലി പോകാറ്. ചിലർ അവർ തന്നെ പ്രാക്ടീസ് തുടങ്ങി, ഞാൻ പറഞ്ഞ പോലെ ദേ ബിക്കം ദി ജോബ് പ്രൊവൈഡേഴ്സ്. രണ്ടാമത്തെ ആൾക്കാർ ദേ ബിക്കം അ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി, അതായത് ബിസിനസ്സിലേക്ക് അവരുടെ കഴിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു കോഴ്സ് റെഡിയാക്കാൻ വേണ്ടി അവരുടെ കരിയറിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനിഷിംഗ് സ്കൂൾ പോലെ ഈ 2 കോഴ്സും കൂടി ചെയ്യാറ്. ഗ്രേറ്റ്. ഓക്കെ, ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ ഒട്ടും കുറയാതെ ഞാനൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. കാരണം കുറേയധികം കുട്ടികളും ആ ഒരു കാര്യത്തിലും കുറച്ചധികം ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് അവർ ഇപ്പോൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ അവർ സർപ്രൈസ്ഡ് ആവുമെന്ന്. അപ്പോൾ ആ ഒരു സർപ്രൈസിങ് എലമെന്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം
we will be back. And കൂടെയുള്ളത് അന്നയാണ്. You are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്നയാണ്. നമ്മൾ ഉയരയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ശരിക്കും ഇന്നത്തെ ഉയരയിൽ നമുക്ക് പറന്നുയരാനായിട്ട് സാധിക്കും. CA എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ. ആൻഡ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാനുള്ളത് ഇന്ന് കൂടെ എത്തിയിട്ടുള്ളവർ തന്നെയാണ്. CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. ആൻഡ് റോസ്മേരി ജോസ്ഫിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം. ഓക്കെ, അപ്പോ നമ്മൾ കുറച്ച് മുൻപ് പാട്ടുകൾക്ക് മുൻപും നമ്മളൊരു സസ്പെൻസ് വെച്ച് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മുഴുവൻ CA എന്ന് പറയുന്ന ആ ഒരു വലിയ ലോകത്തെ പറ്റിയിട്ടാണ്. ആൻഡ് ഈ ഒരു ലോകത്തിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ കോസ്റ്റിനെ പറ്റി നമ്മൾ എല്ലാവരും കൺസേൺഡ് ആയിരിക്കും. അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യമാണ്. ആരും തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്യാറില്ല. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ആദ്യം പാരൻസ്ക്ക് ആശങ്കയുണ്ടാവുന്നത് ഇതിന് എത്ര ചിലവാകുമെന്നാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്ന് വെച്ചാൽ ഈ മൊത്തം കോഴ്സ് അതായത് രജിസ്ട്രേഷൻ, എക്സാം ഫീ, അതായത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് മാത്രം കൂട്ടിയാൽ 1 ലക്ഷത്തിനകം മാത്രമേ ചിലവ് വരുത്തുള്ളൂ ഫോർ ദ എൻറ്റയർ കോഴ്സ്. ഇനി ഇതല്ല, എനിക്ക് അതിൽ ക്ലാസ്സസ് കയറണം, അങ്ങനെയൊക്കെ വന്നാലും പോലും 2-2.5 ലക്ഷത്തെ കൊണ്ട് ഈ കോഴ്സ് തീർക്കാൻ പറ്റും. മാത്രമല്ല, ഈ 2 വർഷത്തെ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ്ങിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡും കൊടുക്കാറുണ്ട്. നല്ലൊരു സ്റ്റൈപ്പൻഡ് കൊടുക്കാറുണ്ട്. നമുക്ക് ഈ കൊടുത്ത മുതലൊക്കെ തിരിച്ച് ഇങ്ങോട്ട് ഡബിൾ കിട്ടാനുള്ള ചെലവില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഗ്രേറ്റ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടും മാത്രമല്ല ഗവൺമെൻറ്റും എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഇതിന് സ്പെഷ്യൽ സ്കോളർഷിപ്സ് വരെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ തരത്തിലും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇത്ര പോലെ കോസ്റ്റ് വരില്ല എന്നുള്ളതാണ്. ഇത്ര പോലും കോസ്റ്റ് ഉണ്ട്. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ഈ കോഴ്സിന്റെ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു വ്യക്തി ഭയങ്കര ഏജ്ഡ് ആയിരിക്കും. ഇപ്പോ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന നമ്മുടെ CA രമ്യ മാം, എനിക്ക് തോന്നുന്നില്ല മാം അത്ര വലിയ ആളാണെന്ന്. 21ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോ നമുക്കറിയാം മാം അത്രയും യൂത്ത്ഫുൾനെസ് ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം. അല്ലേ റോസ്മേരി, തുറന്നു പറയൂ. എൻ്റെ മോന് റോസ്മേരിയുടെ പ്രായം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ പണ്ട് കാലത്ത് മുഴുവൻ കാണുന്നവര് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ, പക്ഷെ ഇപ്പോൾ കുറച്ച് മുൻപേ നമ്മൾ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് നന്ദിനി അഗർവാൾ. മധ്യപ്രദേശില് വെറും 19 വയസ്സുള്ള കുട്ടിയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇത്രയും ഒരു നാളത്തെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ മാമിന് എന്താണ് ഒരു കമ്പാരിസൺ ആയിട്ട് പറയാനുണ്ടാവുക? ഏത് കോഴ്സിലാണേലും ഇപ്പോൾ ചെറുപ്പക്കാരാണ് കൂടുതൽ മുന്നോട്ട് ആഗ്രഹവും പാഷനും കാണിച്ചുകൊണ്ട് വരുന്നത്. ഓൺടർപ്രണേഴ്സ് ആവട്ടെ, ബിസിനസ്മെൻ ആവട്ടെ, പ്രൊഫഷണൽസ് ആവട്ടെ. അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിന് വഴിവെക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചെറുപ്പക്കാർക്ക് ആംബിഷൻ കൂടുതലാണ്, ഡ്രൈവ് കൂടുതലാണ്, പാഷൻ കൂടുതലാണ്. അപ്പോൾ അവരെ ഏറ്റവും നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ്, ഈ റേസിംഗ് കാർ പോലെയാണ്. അപ്പോൾ ആ ഒരു ഏജിൽ അവരെ ഒരു പ്രൊഫഷണലാക്കി നമുക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ രാജ്യത്തിനെ നല്ലൊരു വഴിക്ക് നയിക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ വീണ്ടും ഒരു ഗ്രേറ്റ് സോങ്ങിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും. ഡോണ്ട് മിസ് ഇറ്റ്. കൂടെയുള്ളത് തന്നെയാണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയും CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI. റോസ്മേരി ജോസ്ഫിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം. എനിക്ക് 2 അധ്യായങ്ങളായിട്ട് നമ്മൾ ഉയരയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ CA എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ പറ്റിയിട്ട് തന്നെയാണ് അല്ലെ. തീരുന്നില്ല. അതെ, പക്ഷെ എന്താ പറയാ, നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം മാത്രം നമ്മൾ ഇന്ന് ഉയരയിൽ നിന്നും ബാക്കി കേൾക്കാൻ ആഗ്രഹമുള്ളവർ CAക്ക് ചേരുക, നേരിൽ സംസാരിക്കാം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ മാം പറഞ്ഞു തന്ന പോലെ തന്നെ അതൊന്ന് ഫോളോ ചെയ്യുക. സോ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനായിട്ട് മാം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചു.
ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിന്മേൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു മാം. ഇനി ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ന്യൂ കമേഴ്സിനോട് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോട് മാമിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഒരിക്കലും നിങ്ങളുടെ ഇൻക്വിസിറ്റീവ്നെസ് കളയരുത്. കൂടുതൽ ചോദ്യം ചോദിക്കുക, കൂടുതൽ അറിവ് നേടുക, എപ്പോഴും തന്നെ റെഡിയായിരിക്കുക. ചാലഞ്ചസ് ആണ് ജീവിതം എന്ന് വെച്ച് ഒരിക്കലും പിന്മാറാതെ മുമ്പോട്ട് തന്നെ പോകണം. മോട്ടിവേഷന് യാതൊരു കുറവും വരുത്താതെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടും എപ്പോഴും എനർജറ്റിക് ആയിട്ടും വെക്കുക. പഠിത്തം കാരണം ഞാൻ മാറ്റിവെച്ചു എന്ന് ഒന്നും തന്നെ ചെയ്യണ്ട. പാട്ടും ഡാൻസും നമ്മുടെ എന്ത് ഹോബീസ് ആണേലും ഒപ്പം തന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ആയിരിക്കും നമുക്ക് ശരിക്കും ഒരു ജീവിതത്തെ മുഴുമയാക്കുന്നത്. അപ്പോൾ കീപ്പ് യുവർ സെൽഫ് വെരി എനർജറ്റിക്, കീപ്പ് യുവർ സെൽഫ് അലൈവ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുവാണേലും അതിൽ എല്ലാ സക്സസ്സും നിങ്ങൾ പുറകെ എത്തും. താങ്ക് യു. ഓക്കെ, റോസ്മേരി. ഓക്കെ. അപ്പോൾ എനിക്ക് ഭാവി സി എയിലോട്ട് കയറുന്ന പിള്ളേരോട് ആപ്പാടെ പറയാനുള്ളത്, സി എ കോഴ്സ് ഭയങ്കര ടഫാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാലും നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ നമ്മുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ എന്നൊക്കെ മനസ്സിലാക്കി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് സി എ. അതുമല്ല നമ്മൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കും. മൊത്തത്തിൽ സി എ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് നേരിടാൻ റെഡിയാവും എന്ന് വേണമെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ നേരത്തെ മാമിനോട് ചോദിച്ച പോലെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും സർവൈവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉള്ളിൽ നിന്ന് വരും അല്ലേ? സോ ധൈര്യമായിട്ട് ഈ കോഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് നിങ്ങളുടെ പേരിന് മുൻപിൽ CA എന്നുള്ളൊരു ടൈറ്റിൽ ചേർക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വരിക, അത് അച്ചീവ് ചെയ്യുക. ആൻഡ് എനിക്ക് നമ്മുടെ റോസ്മേരിയോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ബ്രാഞ്ചിലെ സിക്കാസ സെക്രട്ടറി എന്നുള്ളതാണ്. അതിന് തൊട്ട് മുൻപിൽ CA റോസ്മേരി ജോസ്മിൻ എന്നുള്ള ഒരു പരിചയപ്പെടുത്തലോടുകൂടി എനിക്ക് ഏറ്റവും അടുത്ത് തന്നെ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം മാം, നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ഞാനിനി ആ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. മാം കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഒരു മലയാളി അല്ല. മാം നമ്മുടെ തമിഴ്നാട് സ്വദേശിയാണ്. ആൻഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പറഞ്ഞു തമിഴൊക്കെ ചിലപ്പോൾ സംസാരത്തിൽ കൂടുതൽ വരാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇംഗ്ലീഷിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇച്ചിരി കൂടി ഫോളോ ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം മലയാളമാണെന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളം പോലും ഇത്രയും ഫ്ലുവൻ്റ് അല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എക്സ്പീരിയൻസ്, തോട്ട് ആൻഡ് ഇൻഫർമേഷൻസ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു സർഗക്ഷേത്ര. ദിസ് വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട്. താങ്ക് യു അന്ന. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ നമ്മൾ പതുക്കെ ടാറ്റാ ബൈ ബൈ പറയുന്നതാണ് ഉയരയിൽ നിന്നും. ആൻഡ് നമ്മോടൊപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത് CA രമ്യായൻ, ചെയർപേഴ്സൺ കോട്ടയം ബ്രാഞ്ച് ICAI, റോസ്മേരി ജോസ്മിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം, കൂടെ ഞാനും. ആൻഡ് കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.